ഇത് നമ്മളുടെ നിത്തുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. ശരിക്ക് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയ സമയത്ത് ഓൺ ദി വേ തന്നെ നമുക്ക് ഫ്രൂട്ട് ബേ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല കുറച്ച് ദിവസമായിട്ട് ഫ്രൂട്ട് ബേയിൽ പോകണമെന്ന് ആ വഴി പാസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഒരു ദിവസം പോകണമെന്ന്. നമ്മൾ ലാസ്റ്റ് കുറച്ച് കാലം മുമ്പ് പോണ്ടിച്ചേരി പോയപ്പോൾ അവിടെ നിന്നാണ് ആദ്യമായിട്ട് ഫ്രൂട്ട് ബേയിൽ പോയിട്ടുള്ളത്. കാര്യം നാട്ടിലാണിത് മെയിനായിട്ട് ഫേമസ്. ഈ ബെറിയപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ റീൽസിലൊക്കെ പണ്ട് കുറേ കണ്ടിട്ടുണ്ടെങ്കിലും നാട്ടിൽ ഇതുവരെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോണ്ടിച്ചേരി പോയിട്ട് ഈ ബെറിയപ്പൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. പിന്നെ ചെന്നൈയിൽ ആകെ 1-2 സ്ഥലത്തേ ഉള്ളൂ. ഒന്ന് അണ്ണാനഗറും ഒന്ന് ഇപ്പോഴത്തെ തുറൈപ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു. പക്ഷേ അതൊരു 7 o'clock ആ ടൈം ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കട്ടിയായിട്ട് തന്നെ ഡിന്നറും കൂടി ഇതോടുകൂടി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സാൻഡ്വിച്ചും എനിക്കൊരു ചിക്കൻ ബർഗർ അങ്ങനെയൊക്കെ ഓർഡർ ചെയ്ത് അത്യാവശ്യം ഈ ഒരു സ്ട്രോബെറി മിൽക്ക് ചില്ലർ അതാണ് കിത്തുവിന് ഇഷ്ടമായത്. അധികം ഹെവി ആയിട്ട് ജ്യൂസ് ഫ്രൂട്ട്സ് അധികം ട്രൈ ചെയ്യാൻ പറ്റിയില്ല. അതിനൊക്കെ ഒരു 4 മണി 5 മണി സമയത്ത് പോകണം നല്ലത്. അപ്പോൾ ഈ ഒരു സമയത്താകുമ്പോൾ നമ്മൾ സ്നാക്സും കൂടി കഴിച്ച് അങ്ങനെ ഡിന്നർ അവിടെ നിന്ന് അവസാനിപ്പിച്ചു. അങ്ങനെ നമ്മൾ നേരെ ഡ്രസ്സ് വാങ്ങാൻ പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ചിറ്റാറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഓരോന്നിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ ഇതുപോലെ പോകുമ്പോഴാണല്ലോ നടക്കുക. കൂടുതൽ ഓപ്പണായിട്ട് സംസാരിക്കാനും ഒക്കെ നല്ലൊരു സ്ഥലമായിരുന്നു. അധികം തിരക്കും ഉണ്ടായിരുന്നില്ല. സൺഡേ ഈവനിങ് ആയിരുന്നു. പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ആൾക്കാർ വന്നു തുടങ്ങി കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് എന്തോ ഭാഗ്യത്തിന് നമുക്ക് ഒതുങ്ങിയൊരു സ്ഥലവും കിട്ടി. നല്ലൊരു വൈബായിരുന്നു. അപ്പോഴേക്കും മഴ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കുറച്ചത് ഈ വെള്ളം കണ്ടറിയാലോ. വെസ്റ്റ് സൈഡിലാണ് ഇപ്പോൾ നമ്മൾ ഈയിടെയായിട്ട് കുറച്ച് നല്ല കളക്ഷനായിട്ട് തോന്നിയിട്ട്, അതായത് വെറൈറ്റി ആയിട്ട്. ബാക്കിയെല്ലാം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ട്രെൻഡ്സിലാണെങ്കിലും അല്ലെങ്കിൽ മാക്സിലാണെങ്കിലും റിപ്പീറ്റഡ് ആണ്. നമ്മളിപ്പോഴും അവിടെ നിന്നാണ് എടുക്കാറ്. ഇപ്പം ബർത്ത്ഡേയ്സ് കുറച്ച് സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ നമ്മൾ വെസ്റ്റ് സൈഡിൽ വരും. ഇതാണെങ്കിൽ ഇപ്പോൾ ഈയിടെയായിട്ട് ഞങ്ങളുടെ ഭാഗത്ത് ഫുള്ള് വെസ്റ്റ് സൈഡിൻ്റെ ഇങ്ങനെ ഷോറൂംസ് ഫുള്ള് അങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിത്തുവിനാണെങ്കിലും അവിടുത്തെ ഡ്രസ്സ് ഇഷ്ടമായതുകൊണ്ട് ഭയങ്കര കണ്ടീഷനിലാണ് ഇപ്രാവശ്യം വന്നിരിക്കണേ. കാരണം ഇപ്രാവശ്യം ബർത്ത്ഡേ ഒരു സാധാരണ വർക്കിംഗ് ഡേ ആണ് വന്നിരിക്കണേ. പക്ഷേ വർക്കിംഗ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനോ കേക്ക് കട്ട് ചെയ്യാനോ ഒന്നും നമുക്കധികം പറ്റാറില്ല. കാരണം സമയമില്ലാത്തതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ജോലി കഴിഞ്ഞൊക്കെ വരുമ്പോൾ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം മാത്രമല്ല, എപ്പോഴൊക്കെ അങ്ങനെ വരണോ അപ്പോഴൊക്കെ 2 ഡ്രസ്സ് വാങ്ങിക്കണം. അതായത് ഒന്ന് സ്കൂളിലേക്ക് സെയിം ഡേ ഇട്ടിട്ട് പോകാൻ, പിന്നെ ഒന്ന് സെലിബ്രേഷന്. അങ്ങനെ 2 ഡ്രസ്സ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് വന്നേക്കാണ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഒരേ ഒരു ഡ്രസ്സേ കിട്ടിയുള്ളൂ. കുറേ തപ്പി നോക്കി. എല്ലാ റിക്വയർമെൻറ്റും പാസ്സാവണമല്ലോ. സ്കൂളിൽ സ്ലീവ്ലെസ് ഇടാൻ പാടില്ല, ലോങ് ഇടാൻ പാടുള്ളൂ. സെലിബ്രേഷൻ ആണെങ്കിൽ അവൾക്ക് സ്ലീവ്ലെസ് വേണം. അങ്ങനെ പല ഡിമാൻഡായിരുന്നു. മുകളിൽ എത്തനിക്കിൻ്റെ ഭാഗത്തൊക്കെ പോയി നോക്കിയിട്ടും കറക്റ്റായിട്ടൊന്നും കിട്ടിയൊന്നുമില്ല. പിന്നെ കിട്ടിയത് നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. ഞാനും എനിക്ക് ഇങ്ങനെ തപ്പി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വല്ലതും നല്ലത് കിട്ടുമെന്ന്. അങ്ങനെ പിന്നെ ബർത്ത്ഡേ അങ്ങനെ പോയി. നമ്മൾ മോർണിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് നെക്സ്റ്റ് ഡേ ആണ്, ഫ്രൈഡേ. നമ്മളുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്ന് രാത്രി ഒരു ചെറിയ കേക്ക് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തു കേട്ടോ. ബർത്ത്ഡേക്കാണല്ലോ കേക്ക് കട്ട് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഫോട്ടോസ് വേണമെങ്കിൽ ഞാൻ ഈ സൈഡിൽ ആഡ് ചെയ്യാം. അതേപോലെ നെക്സ്റ്റ് ഡേ സാറ്റർഡേ ആണ് ഈവനിങ് നമ്മൾ അവൾക്ക് കുറച്ച് അടുത്തിട്ടുള്ള ഒരു 4-5 ഫ്രണ്ട്സിനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ വലിയ ഹെവി ആയിട്ട് എല്ലാവരും വന്ന് ഹാപ്പി ബർത്ത്ഡേ പാടണം അങ്ങനെയൊന്നും അവൾക്ക് ഇപ്പോൾ വലിയ കുട്ടിയാവും തോറും അതൊക്കെ കുറഞ്ഞു വരിക. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഒരു കേക്ക് കട്ടിങ്ങും അവർക്ക് ഡിന്നർ കൊടുക്കണം എന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ ശരി, ഓക്കെ അങ്ങനെ പറഞ്ഞു. ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇഷ്ടമുണ്ടാവില്ല ആ പ്രായത്തിൽ. അപ്പോൾ പിന്നെ ഇപ്പോഴേ അതൊക്കെ നമുക്ക് സാധിച്ചു കൊടുക്കാനും. I don't know. I can't give this to everyone. Katti. I can't give this to people. It's ice cream. It's ice cream. Yeah. Ice cream. Katti സൂക്ഷിച്ച്. No.
My turn. Wait, what flavor is this? Black currant. Ayyo, hey, guys, wait. Ayyo, bro. അപ്പോൾ ഈ ഒരു പ്രായമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സർക്കിളിൽ സെലിബ്രേറ്റ് ചെയ്യാനായിരിക്കും കുട്ടികൾക്ക് ഇഷ്ടമായി തോന്നുന്നു എനിക്ക്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യുക ചെയ്തത് ഡോമിനോസിൽ നിന്ന്. ഞാൻ അങ്ങനെ ഓപ്ഷൻ കൊടുത്തു. എല്ലാ പ്രാവശ്യവും നമ്മൾ ഒന്നുകിൽ പിസ്സ അല്ലെങ്കിൽ ബർഗർ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സാധാരണ ചെയ്യാറ്. ഇപ്പോൾ ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞാൽ സമ്മതിച്ചില്ല, ഡോമിനോസ് തന്നെ വേണം. രണ്ടാമത്തെ കാര്യം, സാറ്റർഡേ ഈവനിങ് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ ഡോമിനോസ് ആണെങ്കിൽ തൊട്ടടുത്താണ്, ഒരു 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് വേഗം വരും എന്നുള്ളൊരു സമാധാനമുണ്ട്. ഇല്ലെങ്കിൽ പേടിച്ച് വെയിറ്റ് ചെയ്തിരിക്കണമല്ലോ നമ്മൾ. അപ്പോൾ പിസ്സയൊക്കെ വന്നു. ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്താണെന്ന് വെച്ചാൽ കിത്തൂനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമല്ലാത്തത്. കിത്തൂന് കാര്യം സെലിബ്രേഷനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ചേച്ചിയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടി കഴിഞ്ഞാൽ കിത്തൂന് അധികം മൈൻഡ് ചെയ്യില്ല. പാവം തോന്നും എനിക്ക്. അവളിങ്ങനെ അവരുടെ പിന്നാലെ പോകാൻ നോക്കും, പക്ഷെ അവർ ഇവളെന്നെ അധികം ഒന്നും മൈൻഡ് ചെയ്യില്ല. കാരണം ആ ഒരു ഏജ് ഗ്രൂപ്പായിട്ട് ഇവൾ മിങ്കിളാവില്ലല്ലോ ശരിക്കും. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ എല്ലാ വീട്ടിലും ഇത് തന്നെ അത്ര നടക്കണേ. അപ്പോൾ അവർ 4 പേരും റൂമിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റീൽസ് എടുത്ത് ഫോട്ടോസൊക്കെ എടുക്കലും എഡിറ്റ് ചെയ്യലും ഒക്കെ നടക്കുക. അപ്പം ഞങ്ങൾ 3 പേരും മാത്രം ഇവിടെ ഹാളിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അങ്ങനെ കുഞ്ഞു ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് മാത്രമായിട്ട് കാണിക്കാണ്ടിരിക്കണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗിഫ്റ്റുകൾ, ക്യൂട്ട് ഗിഫ്റ്റുകളൊക്കെ അവരെക്കാട്ടിയൊക്കെ എക്സൈറ്റ്മെൻറ്റ് എനിക്കാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കണേ. ഇപ്പം മുമ്പത്തെ പോലെയൊക്കെ ഞാൻ അവരോട് ഈ ഗിഫ്റ്റ് ഓപ്പണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പണ്ട് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യണ പോലെയൊന്നും ഇപ്പോൾ അവർക്ക് നാണായി തുടങ്ങി. അത് ആ ഏജിൻ്റെ എല്ലാവിധ ഡിഫറൻസും ഇപ്പോൾ നമുക്ക് കാണാമല്ലോ. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അതെന്താണെന്ന് ഈയിടെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും. എക്സൈറ്റിംഗ് എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ ഹെക്റ്റിക്കായിട്ടുള്ളൊരു ഷെഡ്യൂൾ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇടാനും ലേറ്റ് ആവുന്നത്. അപ്പോൾ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ കാണാം.